ഞാൻ പണ്ട് സെയിൽസിൽ വർക്ക് ചെയ്യുന്ന സമയത്തും എൻ്റെ ഏറ്റവും വലിയ ആയുധം ഒരു കഷ്ണം പേപ്പറും ഒരു പേനയുമാണ്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നേരം വെളുത്ത് ക്ലാസ് തുടങ്ങിയപ്പോൾ തൊട്ട് പറയുന്ന എല്ലാ പോയിൻറ്സും സ്പെല്ലിംഗ് ഒന്നും നോക്കുന്നില്ല, പക്ഷേ ഞാൻ എഴുതി പഠിപ്പിക്കുന്നുണ്ട്. എന്താ സംഭവം? എഴുതുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധ ഈ വിരൽ തുമ്പിലേക്ക് എത്തിക്കാൻ പറ്റും. അബ്സല്യൂട്ട്ലി നമുക്കെന്ത് വാക്കുകളിൽ നമുക്ക് പിടിച്ചിരുത്താൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, നമ്മൾ ഒരു മിനിറ്റിൽ ഒരു മനുഷ്യന് സംസാരിക്കാൻ പറ്റുന്ന വാക്കുകളുടെ എണ്ണം 120 തൊട്ട് 140 വേർഡ്സാണ്. അതേസമയം അറ്റ് ദ സെയിം ടൈം ഒരു മിനിറ്റിൽ ഒരു മനുഷ്യന് ചിന്തിക്കാൻ പറ്റുന്നത് 800 വാക്കുകൾ വരെയാണ്. അതായത് നമ്മൾ പറയുന്നതിൻ്റെ 7 ഇരട്ടി സ്പീഡിലാണ് ഇന്ന് കേട്ടോണ്ടിരിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് അതിനെക്കുറിച്ച്. നിങ്ങളെ ചിന്തകളെ കൺട്രോൾഡ് ആക്കി നിർത്തണമെന്നുണ്ടെങ്കിൽ കേവലം വാക്കുകൾ മാത്രം പോരാ, ഇതും വേണം. ഇത് വരെയും കുറിയും കൂടെ ആണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഹൃദയത്തിലാണ് അത് കുറിച്ചിടുന്നത്. ഞാൻ സെയിൽസ് പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ എൻ്റെ കസ്റ്റമേഴ്സ് പറയും, അനിൽ ആ പേപ്പർ ഇഞ്ഞ് തന്നേക്കുമോ? അത് എനിക്കും ആ കസ്റ്റമറിനും അല്ലാതെ ആ പേപ്പർ എടുത്ത് നോക്കുന്ന ആർക്കും ഒന്നും മനസ്സിലാവത്തില്ല. പക്ഷേ അവർക്കത് ഇഷ്ടമാണ്. ഞാനത് അവർക്ക് കൊടുക്കുകയും ചെയ്യും. കാരണം നമ്മൾ പോയി കഴിഞ്ഞാലും ഇവൻ ഇതെടുത്ത് വെച്ച് നോക്കും, നമ്മളെ തിരിച്ചു വിളിക്കും. ഈ മാപ്പ് പ്രസൻറ്റ് ചെയ്യുന്നിടത്തിരിക്കുകയാണ് നിങ്ങളുടെ ബ്രില്യൻസ്. ഇത് നമ്മുടെ സെയിൽസ് ടീമിനെ പഠിപ്പിച്ചു കൊടുക്കുന്നിടത്തിരിക്കുകയാണ് ബ്രില്യൻസ്. നമുക്കിതറിയത്തില്ലെങ്കിൽ നമ്മുടെ സെയിൽസ് ടീമിന് ഇതറിയായിരിക്കുമോ? മാർക്കറ്റിംഗ് ടീമിന് ഇതറിയായിരിക്കുമോ? നിങ്ങൾക്ക് തോന്നുന്നോ ഒരു വെബ്സൈറ്റ്, നിങ്ങളുടെ വെബ്സൈറ്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നമ്മുടെ വെബ്സൈറ്റിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എഴുതിയിട്ടിരിക്കുന്ന നമ്മൾ ഇന്ന് വരെ വായിച്ചിട്ടുണ്ടോ? പിന്നെ ആര് വായിക്കുമെന്ന് ഈ പറയുന്നത്?